ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വേതാളത്തിനെ തേടി വേദയുടെ വീട്ടിൽ തന്നെ എത്തുകയാണ് കേട്ടോ. വിക്രമിന് ആ ഒരു രാത്രി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വേദയോട് തനിക്കുള്ള പ്രണയവും വേദ അകന്നു പോയപ്പോൾ തനിക്കുള്ള ആ ഒരു മാനസികാവസ്ഥയും. അതുകൊണ്ട് തന്നെ വേദനെ തിരികെ കൂട്ടാൻ വേണ്ടിയിട്ട് വിക്രം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വിക്രമിൻ്റെ വരവ് വേദയെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും അതേ നാണയത്തിൽ തന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വേദയുടെ അസാന്നിധ്യത്തിൽ വേദയെ തിരികെ കൂട്ടാൻ വിക്രം എത്തിയല്ലോ. ആ ഒരു പവിത്രമായ സ്നേഹം കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. പക്ഷേ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേദയ്ക്ക് കഴിയുന്നില്ല കേട്ടോ. കാരണം വേദയാണെങ്കിൽ വിക്രമുമായിട്ട് അകന്ന് കഴിയാൻ വേണ്ടി കാലം വേദയെ ഫോഴ്സ് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വിക്രമുമായിട്ട് തല്ലുകൂടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേദയാണെങ്കിൽ നിർത്തുമെന്നൊക്കെ പറഞ്ഞ് വലിയതായിട്ട് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആർക്ക് സൈഡ് പിടിക്കണം എന്നറിയാതെ വേദ നിൽക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ എന്തിനാ വിക്രമിനെ തല്ലാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ എന്തധികാരത്തിലാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞത്? നീ എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നതല്ലേ? എന്നിട്ട് പിന്നെ ഇവൻ എന്തിനാ നിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കയറി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് വേദയ്ക്കും വിക്രമിനെ സപ്പോർട്ട് ചെയ്യാൻ വേദയ്ക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേദ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരിക്കും കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ പറഞ്ഞത് ഉള്ള കാര്യമല്ലേ, സത്യമല്ലേ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നത്, അതുകൊണ്ട് വിക്രം തിരികെ പോയിക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നീ അങ്ങനെ നിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട്, അതുമല്ല നിനക്ക് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? അതിന് കഴിയുമോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് നീ വ്യക്തമായിട്ട് ഒരു കാര്യം പറ. അല്ലാതെ നീ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അതിനെന്താ അർത്ഥമാണുള്ളത്? ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, അപ്പോൾ എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സന്ദർഭത്തിൽ വേദ മനസ്സോടെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്ത് താലി? ആ താലിയുടെ മഹത്വമൊന്നും നിങ്ങൾ പറയണ്ട. മറ്റുള്ളവരുടെ നിർബന്ധത്താൽ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതല്ലേ. പിന്നെ നിങ്ങളെ ഒരുപാട് ഞാൻ ശ്രമിച്ചു നേരെയാക്കാൻ, നിങ്ങൾ നേരെയാവുന്നില്ല. നിങ്ങളിപ്പോഴും ആ ശ്രീനിവാസിൻ്റെ കൈപ്പിടിയിലല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കുന്നില്ല. എൻ്റെ ജീവിതം അങ്ങനെ സ്പോയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെ തേടി ഇവിടെ വരരുത്, എന്നെ ഇവിടെ തിരക്കി വരരുത്, ഞാൻ ഇവിടെ നിന്നോളാം, ഇതെൻ്റെ വീടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് തൃപ്തിയായല്ലോ, മനസ്സിലായല്ലോ, ഉടനെ തന്നെ ഒരു ഡിവോഴ്സ് നോട്ടീസും കൂടെ അങ്ങോട്ടേക്ക് വരും. അത് മ്യൂച്വലായിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് സോൾവ് ആയിക്കോളും. നീ മര്യാദയ്ക്ക് അതിൽ ഒപ്പിട്ടെങ്കിൽ തന്നേച്ചാൽ മതി. ഇനി എൻ്റെ പെങ്ങളുടെ കാര്യവും പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ നിൻ്റെ മുട്ടുകാരി ഞാൻ തല്ലിയൊടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അളിയ ഒത്തിരി അങ്ങ് ആളാവരുത് കേട്ടോ, നിൻ്റെ വേലത്തരങ്ങളൊക്കെ നിൻ്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. വേദ എന്ത് കാരണത്താലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചോളും. എന്നിട്ട് വേദയും കൂട്ടിയേ വേദ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നോളും എന്നൊക്കെ പറയാൻ കേട്ടോ. വേദയും കൂട്ടി ഞാനൊരു പോക്കങ്ങ് പോകും. പിന്നെ ഇതിന് പിന്നിൽ അളിയനാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് അളിയൻ കൂടുതൽ കാര്യങ്ങളൊന്നും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് വേദ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് അവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വേദ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ഓടിപ്പോകുകയാണ്. ദീപ്തിയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദീപ്തി പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇതിൻ്റെയൊക്കെ അർത്ഥം? വിക്രമേട്ടൻ എത്ര സ്നേഹത്തോടെ ചേച്ചിയെ വിളിക്കാൻ വന്നത്, എന്നിട്ട് ചേച്ചി ഇങ്ങനെ മുട്ടാന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാകുന്ന എന്തുകൊണ്ടാണ്? ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ചേച്ചി എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ ചേച്ചിയുടെ നിവർത്തികേടാ മോളെ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പൊട്ടി കരയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഉള്ളിൽ ചിരിക്കുകയാണ്. ശ്രീകാന്ത് വർഷവും കൂടെ വല്ലാത്ത ചിരിയും സന്തോഷവും ഒക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് വർഷം വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രീയേട്ടൻ്റെ പ്ലാനിങ് അടിപൊളി, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അവൾ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടോ, അത് അവൻ്റെ മനസ്സിൽ കുത്തി കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ കളിച്ച കളി പോലല്ല ഈ കളി, അവളുടെ അച്ഛനെ തൊട്ടുകൊണ്ട് അവൾക്കങ്ങ് നൊന്തു, ഇങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ ഉടനെ തന്നെ അവനും ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടോളും, അല്ലാതെ അവനെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഡിവോഴ്സ് ആയിക്കോളും, പിന്നെ കാര്യങ്ങളെല്ലാം അങ്ങ് സ്മൂത്ത് ആയിക്കോളും. അങ്ങനെ ഇപ്പം ഈ വീടിൻ്റെ രാജാവാകാൻ അവനെ ഞാൻ അങ്ങനെ അനുവദിക്കുന്നില്ല, ഇവിടെ ഒറ്റ രാജാവ് മതി, അത് ഈ ശ്രീകാന്ത എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വർഷയും ശ്രീകാന്തും വലിയ സന്തോഷത്തിലാണ്.
ഈ ഒരു സമയത്ത് വേദ റൂമിലിരുന്ന് പൊട്ടിക്കരയാൻ കേട്ടോ. എന്നിട്ട് പൂജാമുറിയിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇതെന്തൊരു പരീക്ഷണമാണ്. ഞാൻ ഇത്രയും കാലം വിക്രമിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. ആ സ്നേഹം എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് അനുഭവിക്കാനുള്ള വിധിയില്ലല്ലോ. ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് കരകയറ്റണേ, ഭഗവാനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ വേദ പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. സങ്കടത്തോടുകൂടി കലങ്ങിയ കണ്ണുകളോടുകൂടി വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ നിനക്ക് പറ്റി, നിനക്കിത് എന്ത് പറ്റി? വേദയെ വിളിക്കാൻ പോയിട്ട് എന്തായി, വേദ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വന്നില്ല, അവളുടെ ഏട്ടൻ്റെ ഷോ ആയിരുന്നു അവിടെ മൊത്തം. എന്നിട്ട് അവൾ ഇറങ്ങി വന്നിട്ട് പറയാം, ഇനി ഞാൻ അവിടേക്ക് പറഞ്ഞില്ലാതെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചേക്കാം, അതിൽ ഒപ്പിട്ട് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സങ്കടത്തോടുകൂടി നിൽക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, വേദ അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ അവളെ ആട്ടി ഇറക്കിയ സമയത്തും ഇത്രയും ധൈര്യത്തോടുകൂടി നിൻ്റെ ഭാര്യയായിട്ട് അവിടെ നിന്നവൾ ഒരു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അല്ലെ കാരണങ്ങൾ പറഞ്ഞ് നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയൊരു ചതി നടന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നീ കണ്ടുപിടിക്കണം. നീ അങ്ങനെ വേദന കൈവിടരുത്. അവളൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ അതിൽ ഒപ്പിട്ട് കൊടുത്ത് നീ ഈ ബന്ധം തീർക്കരുത്. ഇതിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കി നീയും വേദയും ഒരുമിച്ച് ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രമിനും അതൊക്കെ സത്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ വേദയാണെങ്കിൽ അങ്ങനെ വേദയാണെങ്കിൽ ദർശനെ പോയി കാണുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ദർശനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിൻ്റെ പോക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പലയിടത്തേക്കും പോകും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ, നിനക്ക് എന്ത് അധികാരമാണുള്ളത്? നീ കുറേ കളികൾ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി കളിക്കാനുള്ള ഒരു അനുവാദം ഞാൻ ആർക്കും തന്നിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണം, അല്ല നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ. നീയാണെങ്കിൽ ഇന്നലെ ഇവിടെ കുറേ ഷോ കാണിച്ചില്ലേ, അതൊക്കെ എല്ലാവരുടെ മുൻപിൽ കാണിച്ച അഭിനയമാണോ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നിന്റെ കെട്ടിയവനെ കാണാൻ പോകുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, ഈ വേദയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, അല്ലാതെ നിന്നെ പോലെ എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ ഇറങ്ങി പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദ കാണാൻ പോകുന്നത് ദർശനെ ആയിരിക്കും. അങ്ങനെ ദർശനോട് ചെന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. പൊട്ടിക്കരയാണ് ദർശന മുൻപിൽ. ആ ഒരു സമയത്ത് ദർശൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കറിയില്ല എനിക്കൊരു വഴി പറഞ്ഞതാ, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ ഒന്ന് കര കയറ്റണം എന്നൊക്കെ പറഞ്ഞ് വേദ കരയാൻ കേട്ടോ. അപ്പോൾ ദർശനാണെങ്കിൽ വേദ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാകും, നമുക്ക് ഇതിന് പിന്നിലൊരു വഴി കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് നീ സമാധാനമായിട്ടിരിക്കുക. നീ ഇങ്ങനെ നെർവസ് ആയാലോ അല്ലെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ടോ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമോ? ഇതിനെതിരെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കല്ലേ, അതല്ലേ ഒരു വക്കീലിന് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് നിൽക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ മാറിപ്പോകും. അപ്പോൾ ബോൾഡ് ആവാനും ഒന്നും കഴിയില്ല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിന്നീട് ദർശൻ പറയുന്നുണ്ട്, ശ്രീകാന്ത് കളിക്കുന്ന ഈ കളികളൊക്കെ ഉണ്ടല്ലോ, വിക്രമിനെ നിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ അവന് അങ്ങനെ ഒരു അളിയൻ വേണ്ട, അത് തന്നെ. പിന്നെ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ കൈവശത്താകുമോ എന്നൊരു ഭയവും അവനുണ്ട്. കാരണം വിക്രം അത്യാവശ്യം നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ചെറിയ ചെറിയ പോക്കിരികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്നെങ്കിലും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് ഞാൻ അന്വേഷിച്ചത് തന്നെയാണ്. നല്ലൊരു ആൾ തന്നെ. അവൻ്റെ കൂടെ ഇത്രയും നാളെ ജീവിച്ചപ്പോൾ നിനക്കും അത് മനസ്സിലായ കാര്യം തന്നെയല്ലേ. അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ വലങ്കയാകുമോ എന്നൊക്കെയുള്ളൊരു ഭയമുണ്ട്. അതൊക്കെ ആയിരിക്കും ഈ ശ്രീകാന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വിക്രമിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വിക്രമിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രീകാന്തിനെ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം ശ്രീകാന്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. കൂടെ ഒത്തുകിട്ടിയ ഒരു ഭാര്യയുണ്ടല്ലോ, രണ്ടുപേരുടെ കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അതൊന്നും നടപ്പിലാക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ശ്രീകാന്ത് പല രീതിയിലും നിൻ്റെ അച്ഛനെ വിക്രമിൽ നിന്നും പിരിക്കാനും അതുപോലെ തന്നെ എതിർക്കാനും വഴക്കുണ്ടാക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞിതാക്കാനും ഒക്കെ ശ്രമിക്കും. അത് ആദ്യം ഒഴിവാക്കണം. വിക്രമിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നീ ഒഴിവാക്കണം. വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നിൻ്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഡിവോഴ്സ് നോട്ടീസൊക്കെ അയക്കും എന്നല്ലേ പറഞ്ഞത്, അതൊന്നും അയക്കാതിരിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. ആ ഡിവോഴ്സ് നോട്ടീസൊക്കെ അസാധുവാക്കി നമുക്ക് കളയാം. പിന്നെ വിക്രമിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിനെ കണ്ട് സംസാരിച്ചാൽ അതൊക്കെ ശ്രീയേട്ടൻ അറിയും. അത് മാത്രമല്ല പിന്നെ വിക്രമിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശ്രീയേട്ടൻ അടുത്ത പദ്ധതികൾ ഇറക്കും. വിക്രമിൻ്റെ ജീവനും അതുപോലെ തന്നെ വിക്രമിൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഒക്കെ ആപത്തിലാകും ശ്രീയേട്ടനെ. നിനക്കറിയാവുന്നതല്ലേ
സ്വന്തം കാര്യങ്ങൾ നടക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് ആരുടെ ജീവൻ വേണമെങ്കിലും ബലി കൊടുക്കാൻ ശ്രീയേട്ടന് ഒരു മടിയില്ല. പിന്നെ പുന്നാര അമ്മായിപ്പനുണ്ടല്ലോ, അയാളാണ് ശ്രീയേട്ടനെ ഇങ്ങനെ വഷളാക്കുന്നത് എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ദർശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം എന്താ ചെയ്യുക, നീ പറഞ്ഞതുപോലെ തന്നെ ശ്രീയുടെ മുൻപിൽ, ശ്രീകാന്തിൻ്റെ മുൻപിൽ നീ ഇങ്ങനെ എല്ലാം കേട്ട് ആടുന്ന ഒരു പാവയെ പോലെ നിൽക്ക്, എന്നിട്ട് പിന്നിൽ നിന്ന് കുത്ത്, അതേ നടക്കുകയുള്ളൂ എന്ന് പറയാനിട്ടോ. എങ്ങനെയെങ്കിലും വിക്രമിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. എന്നിട്ട് ശ്രീയുടെ മുൻപിൽ ശ്രീയുടെ ഈ പദ്ധതികളെല്ലാം നമുക്ക് തകർക്കണം എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദർശനാണെങ്കിൽ വേദയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാത്തിനും എന്നിട്ട് കൂടെ തന്നെ ഞാൻ കാണും, എന്തായാലും ആദ്യം ഞാൻ വിക്രമിനെ പോയി കാണട്ടെ, എന്നിട്ട് ശ്രീകാന്തിനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ വിക്രമിനെ പോയി കണ്ട് ദർശൻ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്താണ് ഇതിന് പിന്നിലെ കാരണക്കാരനെന്നൊരിക്കലും ദർശൻ പറയുന്നില്ല കേട്ടോ. വേദയുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്ന് മാത്രം വിക്രമിനെ ധരിപ്പിക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് വിക്രം പറയുന്നുണ്ട്, ആ ഒരു കാര്യം എന്താണെന്ന് എന്നോട് പറ, എങ്കിലല്ലേ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഇല്ല, സ്ട്രിക്റ്റായിട്ട് വേദ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ആരോടും പറയരുതെന്ന്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് കുറച്ച് ജീവിതങ്ങൾ ഇനി മുൻപോട്ട് കിടപ്പുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഒളിച്ചോട്ടത്തെയൊക്കെ നിങ്ങൾ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ദർശൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിലും ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനും പിന്നെ വർഷയുടെ അച്ഛനും ഒക്കെ കൂടി ഒരു ഗൂഢാലോചനയൊക്കെ നടത്തുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ ശ്രീകാന്തല്ല ദർശൻ എത്തിച്ചേരുകയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ മീറ്റിംഗ് കുളമാക്കുകയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് ഫോണിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് നമ്മുടെ ദർശൻ പറയാണ്, ഇക്കാര്യങ്ങളൊക്കെ ഞാൻ വേദയുടെ അച്ഛൻ്റെ കയ്യിൽ കാണിക്കട്ടെ, തെളിവ് സഹിതം കൊണ്ട് കാണിക്കട്ടെ, ആ ഓൺ ദി സ്പോട്ടിൽ നിന്നെ അവിടെ നിന്നും അടിച്ചിറക്കും നിൻ്റെ അച്ഛൻ, പിന്നെ നീ ഈ കെട്ടിയ മനക്കോട്ടകളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയും എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ദർശനോട് പറഞ്ഞത്, അതൊന്നും ചെയ്യരുത്, അതൊന്നും വേണ്ട, നീ ചതിക്കരുത് എന്നെ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, നീ എന്തിനാ അല്ലെങ്കിലും നിന്നെ സ്നേഹിച്ച് ചതിച്ച് ആ പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്, അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ദർശൻ പറയുന്നുണ്ട്, അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഇനി അവളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ, അവളെൻ്റെ നല്ല സുഹൃത്തു കൂടിയാണ്, അതുകൊണ്ട് ആ ഒരു സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് നീ നിൻ്റെ ഈ കള്ളക്കളികളും ഈ തെമ്മാടിത്തരും നിർത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകാന്തെ ഈ വീഡിയോ വേദയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് എത്തും എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ്, ഇല്ല, ഞാനൊന്നും ചെയ്യില്ല, അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരു തകരാറും ഏൽപ്പിക്കില്ല, നീ ഇതൊന്നും ഈ വേദ വിക്രമിനെ പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള കാരണക്കാരൻ ഞാനാണെന്നോ അല്ലെങ്കിൽ വിക്രമിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഞാനാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളും എൻ്റെ അച്ഛൻ അറിയരുത് എന്നൊക്കെ പറയുമ്പോഴത്തേനും ദർശൻ പറയുന്നുണ്ട്, എങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേണ്ടി വരും എന്ന് പറയാനേ. എന്നിട്ട് വേദയാണെങ്കിൽ വേദയുടെ കാര്യങ്ങളൊക്കെ ദർശൻ നമ്മുടെ ശ്രീകാന്തിനോട് പറയാണ്, നീ വിക്രമിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വേദയുടെ കൈ പിടിച്ച് നീ കൊടുത്ത് അവരുടെ കൊടുത്തു വിടണം എന്നൊക്കെ പറയാനട്ടോ. എന്നിട്ട് നീ ചെയ്ത തെണ്ടിത്തരത്തിനെല്ലാം വിക്രമിനോട് മാപ്പും ചോദിക്കണം എന്നൊക്കെ പറയണേ, മാഷിനോടും മാപ്പ് ചോദിക്കണം, അങ്ങനെ വേദന നീ അവിടെ കൊണ്ടാക്കണം എന്നൊക്കെ പറയാനട്ടോ. അതൊന്നും ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പറയാണ്, ഈ വീഡിയോ എന്നാൽ നിൻ്റെ അച്ഛൻ്റെ കൈകളിൽ തന്നെ ഈ ഒരൊറ്റ സെക്കൻഡിൽ എത്തും എന്ന് പറയുമ്പോഴത്തേനും ശ്രീകാന്ത് പിന്നെ ഇതെല്ലാം സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ കുടുംബത്തോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദയോടാണെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് വേദയോട് എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഞാൻ എന്തായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ ഏട്ടനെ ഇതിങ്ങനെയൊന്നും അവസാനിപ്പിക്കുന്ന ആളല്ല എന്ന്, അതുകൊണ്ട് ഞാനൊന്ന് കരുതി തന്നെ ഇനി ഇരുന്നോളാം എന്നൊക്കെ പറയാൻ കേട്ടോ.